അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വന്നത് വോൾക്സ് വാഗൻ്റെ 2 പോളോ ആണ്. രണ്ടും ഗ്രേ കളറിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടികളാണ്. ഒരു വണ്ടി പെട്രോൾ ആണെങ്കിൽ ഒന്ന് ഡീസലാണ് വരുന്നത്. രണ്ട് വണ്ടിക്കും ഏകദേശം സെയിം മൈലേജിൻ്റെ വണ്ടിക്ക് ഏകദേശം വരിക. ഏകദേശം ഒരു 15 to 17 ഉള്ളിലാണ് മൈലേജ് കിട്ടുക രണ്ട് വണ്ടിക്കും. അപ്പോൾ അതിൽ ആദ്യം തന്നെ വരുന്നത് 2019 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. 4,30,000 രൂപ നമുക്ക് കൊടുക്കാൻ കഴിയും. ഫുള്ള് ലോണും ചെയ്യാൻ പറ്റും. രണ്ടാമത് വരുന്നത് 2015 മോഡലാണ്. 3,40,000 രൂപക്കും കൊടുക്കാൻ കഴിയും. അപ്പോൾ നിലവിൽ ഈ 2 പോളോ നമ്മളെ കഴിയുമ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ബാക്കി മൊത്തമായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വരുന്നത് 2019 മോഡൽ പെട്രോൾ എഞ്ചിനിൽ വരുന്ന പോളോ ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 83,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത് ട്രെൻഡ് ലൈനാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വണ്ടിയുമില്ല. KL 42 പറവൂർ എറണാകുളം രജിസ്ട്രേഷനിലാണ് വണ്ടി നിലവിലുള്ളത്. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. സീറ്റ് കവറൊക്കെ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രെൻഡ് ലൈൻ ആയതുകൊണ്ട് തന്നെ 2 പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിങ് അത്രയുള്ള ഫീച്ചേഴ്സൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക്, അഡീഷണൽ സ്റ്റീരിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറുണ്ട്. 90% അടുത്ത ടയറുണ്ട്. പിന്നെ ഫ്രണ്ട് ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ABS ഒക്കെ വരുന്ന വണ്ടിയാണ്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 4,30,000 രൂപയാണ്. ഫുള്ള് ലോണും ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഇപ്പോൾ 0 ഡൗൺ പേയ്മെൻറ്റ് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത വണ്ടി വരുന്നത് 2015 മോഡലാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് വണ്ടി ഉള്ളത്. 2 വണ്ടിയും സിംഗിളാണ് ഓണർഷിപ്പ് ഉള്ളത്. വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത് ട്രെൻഡ് ലൈനാണ്. 1,22,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 1.5 ആണ് വരിക ഡീസൽ. KL 26 അടൂർ പത്തനംതിട്ട രജിസ്ട്രേഷനിലാണ് വണ്ടി നിലവിലുള്ളത്. ഇൻറ്റീരിയർ ഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള സീറ്റ് കവർ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സെയിം ഓപ്ഷൻ തന്നെയാണ്. സെയിം ഫീച്ചേഴ്സ് തന്നെ വണ്ടിക്ക് വരിക. അഡീഷണൽ കമ്പനി സ്റ്റീരിയോ വരും. ബാക്കി 2 പവർ വിൻഡോ അതുള്ള ഫീച്ചേഴ്സ് തന്നെ വരിക. സിംഗിൾ എയർ ബാഗൊക്കെ വരും വണ്ടിക്ക്. ടയർ ഭാഗം കുഴപ്പമില്ലാത്ത ടയറുണ്ട്. ഫ്രണ്ട് ഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ വേറെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. ഡീസലായതുകൊണ്ട് തന്നെ സ്പേസ് കുറവായിരിക്കും ഫ്രണ്ട് ഭാഗം. ഡിക്കി സ്പേസ് ഒക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിക്കി സ്പേസ് വണ്ടിക്ക് വരുന്നുണ്ട് ആഷ് ബാക്ക് വണ്ടീൻ്റെ അപേക്ഷിച്ച്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 3,40,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 3,10,000 വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ നിലവിൽ ഈ 2 വണ്ടി നമ്മളെ കഴിയുമ്പോൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആരെങ്കിലും പോളോ, പെട്രോളോ, ഡീസലോ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് രണ്ടും. അപ്പോൾ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്. രാമനാട്ടുകര അടുത്ത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ അടുത്താണ്. അപ്പോൾ ഇത്തരത്തിൽ പോളോ ഒക്കെ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.